അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഇൻഡസ് വാലിൻ്റെ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. നമുക്കതിൽ എന്തെല്ലാം ഐറ്റംസ് നോക്കാം. ഞാൻ പ്രൊഡക്റ്റിൻ്റെ ഓപ്പൺ വീഡിയോയും ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. പിന്നെ അതിൽ കൂടിയുള്ള 2 റെസിപ്പിയും കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഫസ്റ്റ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ മൾട്ടി കടായി വിത്ത് ലിഡാണ്. നെക്സ്റ്റ് സ്റ്റോക്ക് പോട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ 2 ഐറ്റമാണ് വന്നിട്ടുള്ളത്. ഇന്ത്യാസ് നമ്പർ 1 ഹെൽത്ത് കുക്ക്വെയർ ബ്രാൻഡാണിത്. അപ്പോൾ നമ്മൾ മൾട്ടി കടായി വിത്ത് ലിഡ് ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ 5 പ്ലേറ്റ് വരുന്നുണ്ട്. 1 സ്റ്റീമിങ് പ്ലേറ്റ്, 2 ഇഡ്ഡലി പ്ലേറ്റ്, 2 ദോക്ലേൻ്റെ പ്ലേറ്റുമാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇഡ്ഡലി തട്ടിലെല്ലാം വരുന്നതെന്ന് പറഞ്ഞാൽ ഇഡ്ഡലിൻ്റെ തട്ടും സ്റ്റീമിങ്ങിൻ്റെത് മാത്രമേ ഉണ്ടാവുള്ളൂ. ട്രൈ പ്ലൈ സാൻഡ്വിച്ച് ബോട്ടം ആയതുകൊണ്ട് ശരിക്കും പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടും. അതുപോലെ തന്നെ ഗ്യാസ് നമുക്ക് പെട്ടെന്ന് കുക്കാകുമ്പോൾ നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ പറ്റും. അതുപോലെ തുരുമ്പ് പിടിക്കില്ല. അതുപോലെ ഡബിൾ സേഫാണ്, ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. പിന്നെ ഗ്യാസിലും ഹെലജൻ, ഇൻഡക്ഷൻ, ഡിഷ് വാഷർ, അതുപോലെ സെറാമിക്, ഇലക്ട്രിക് ഇതിലൊക്കെ ഉപയോഗിക്കും. ഡിസ്ക്രിപ്ഷനിൽ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 40% ഓഫാണ്. കൂടാതെ നഫീസ് 12 എന്നുള്ള കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എക്സ്ട്രാ 12% കൂടി ഡിസ്കൗണ്ട് ലഭിക്കുന്നതെന്ന് മസ്റ്റായിട്ട് ഓർഡർ ചെയ്യുക. പിന്നെ അടുത്തത് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് പോട്ടാണ്. എനിക്ക് 2 സാധനവും കണ്ടപ്പം തന്നെ നല്ലോണം ഇഷ്ടമായിട്ട്. കാരണം നല്ല അടിപൊളി സാധനം, നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ് ഇത്. നമുക്ക് സ്റ്റോക്ക് പോട്ട് എന്ന് പറഞ്ഞാൽ കഴുകാൻ ഭയങ്കര എളുപ്പമാണ്. അതുപോലെ തന്നെ ഫാസ്റ്റായിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ നമുക്ക് ചൂടായി കിട്ടും. ചൂട് തട്ടാത്ത ഹാൻഡിലാണ്. ഹെൽത്തി മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ ഇൻഡസ് വാലിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത്. അതിൽ കെമിക്കൽ കോട്ടിംഗ് ഒന്നുമില്ല. ലോങ് ലാസ്റ്റിംഗ് ആണ്, 100% സേഫാണ്, ടോക്സിക് ഫ്രീ ആണ്, ISO സർട്ടിഫൈഡും ആണ്. അതുകൊണ്ട് നിങ്ങളിത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. 40% ഓഫുണ്ട്. കൂടാതെ നഫീസ് 12 എന്നുള്ള കോഡ് യൂസ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ 12% കൂടി നിങ്ങൾക്ക് ഓഫ് ലഭിക്കുന്നതാണ്. നമുക്ക് ഇഡ്ഡലി തട്ടിൽ 3 വെറൈറ്റി ഇഡ്ഡലി ഉണ്ടാക്കാം. അതിന് ഞാൻ ക്യാരറ്റ് ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബീട്രൂട്ടും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഡ്ഡലിൻ്റെ മാവ് ഞാൻ 3 പോർഷനാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ആ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്ത്, അതുപോലെ ബീട്രൂട്ടും കുക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് എന്നിട്ട് ഒന്നിലേക്ക് ബീട്രൂട്ടിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്ത്, അതുപോലെ ഒന്നിലേക്ക് ക്യാരറ്റ് മിക്സ് ചേർത്ത് കൊടുത്ത് ഒന്ന് പ്ലെയിൻ ആയിട്ട്. കാരണം നമ്മൾ കുട്ടികൾക്കെല്ലാം വെജിറ്റബിൾ നമ്മൾ പിന്നെ അകത്തേക്ക് ചില അധികം കുട്ടികൾ വെജിറ്റബിൾ കഴിക്കൂല. നമുക്ക് ഇങ്ങനെയെല്ലാം ആക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ ഉള്ളിലേക്ക് പോകും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാരറ്റും ബീട്രൂട്ടെല്ലാം ഓരോ ബാറ്ററിൽ മിക്സ് ചെയ്ത് അതിനുശേഷം നമ്മൾ ആ ഒരു ഇഡ്ഡലി ചെമ്പിൽ വെള്ളം എടുത്തിട്ട് അത് തിളച്ചിട്ട് നല്ലോണം ആ തട്ടെല്ലാം ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഓരോ ബാറ്ററായിട്ട് ഒഴിച്ചു കൊടുക്കാം. കുട്ടികളുടെ നമ്മൾ ഫാമിലിയുടെ ഹെൽത്താണ് മെയിൻ. ഹെൽത്ത് നിങ്ങൾ മെയിൻ നോക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മളെ ദ ഇൻഡസ് വാലിൻ്റെ ഈ പ്രോഡക്റ്റ് നിങ്ങൾ ഓർഡർ ചെയ്യുക. അങ്ങനെ അത് മൂടി വെച്ചിട്ട് വേവിച്ച് നമുക്കത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഇഡ്ഡലിൻ്റെ ആ പ്ലേറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് അത് നമ്മൾ കുക്കായിട്ട് വന്നിട്ട് അത് ഇറക്കി വെച്ചിട്ട് അപ്പോൾ തന്നെ നമ്മൾ ആ ചൂടോടെ തന്നെ എടുക്കുമ്പോൾ ആ ഒരു പ്ലേറ്റിൽ ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിട്ടില്ല. എനിക്കത് ഭയങ്കര ഒരു അതിശയമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതാ നിങ്ങൾ കണ്ടില്ല, ഇതിൽ പ്ലേറ്റിൽ തീരെ വന്നിട്ടുണ്ടായിട്ടില്ല. കാരണം അധികം എന്ന് പറഞ്ഞാൽ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫുൾ അടിയിൽ പിടിക്കും. ഈ പ്ലേറ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് ഒട്ടും അടിയിൽ പിടിക്കാത്തത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമുക്ക് നമ്മുടെ ഫാമിലിയുടെ ഹെൽത്താണ് മെയിൻ. അതുകൊണ്ട് നമ്മൾ ഇൻഡസ് വാലിൻ്റെ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിച്ച് യൂസ് ചെയ്യുക. നെക്സ്റ്റ് ഞാൻ ഉണ്ടാക്കിയത് സ്റ്റോക്ക് പോട്ടിൽ നല്ല അടിപൊളി തരി ബിരിയാണിയാണ്. അതായത് പ്രോൺ വെച്ചിട്ടുള്ള ഒരു തരി ബിരിയാണി, നല്ല ടേസ്റ്റിയാണ്. 1/4 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിനിട്ട് നന്നായിട്ട് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച് നമ്മൾ ആ സ്റ്റോക്ക് പോട്ട് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നല്ലോണം കോക്കനട്ട് ഓയിൽ ഒഴിച്ച് അത് ചൂടാക്കി കഴിഞ്ഞാൽ ഞാൻ അതിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്ത്. ഒട്ടും നമ്മൾ ആ ഒരു പാത്രത്തിൽ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അത് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്ത് എന്നിട്ട് അതിലേക്ക് തന്നെ ആ ഒരു ഓയിലിൽ തന്നെ കുറച്ചുകൂടി കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തിട്ട് അതിലേക്ക് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടി ആഡ് ചെയ്ത് എന്നിട്ട് ഒരു 3 പച്ചമുളകും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് എന്നിട്ട് ഒരു 2 ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുത്ത് ഞാൻ 3 ഡിഫറെൻറ്റ് സ്റ്റെപ്പ് 3 ഇതിൽ തന്നെ ചെയ്തത്. എന്നിട്ട് അതിലേക്ക് പിന്നെ തക്കാളി ഇട്ട് കൊടുത്ത്, 1 തക്കാളി ഇട്ട് കൊടുത്ത്, ഉപ്പും ചേർത്ത്, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പെപ്പർ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ മല്ലി പൗഡർ അതെല്ലാം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോണും കൂടി ചേർത്ത് ആവശ്യത്തിന് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ചെറിയ തീയിൽ കുറച്ച് സമയം മൂടി വെച്ച് കൊടുക്കും. അങ്ങനെ ആ ഉള്ളിയും നമ്മൾ പ്രോണെല്ലാം നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പിന്നെ മസാല ഓഫ് ചെയ്യുക. എന്നിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് ആ സെയിം പാനിൽ തന്നെ 3 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കടുക്, 1 ടീസ്പൂൺ അത്ര കടുക് ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച്
നല്ല ജീരകം, അതായത് ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ കറിവേപ്പില, 2 പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് തിളക്കുമ്പോൾ അതിലേക്ക് 2 കപ്പ് വറുത്ത റവ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന പ്രോൺ മസാലയും ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം മല്ലിയില കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ചെറിയ തീയിൽ മൂടി വെക്കുക. അപ്പം നമ്മൾ തരി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഹെൽത്തി കുക്ക് വെയറിലാണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതുപോലത്തുള്ള ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. 40% ഡിസ്കൗണ്ട് ഉണ്ട്. എക്സ്ട്രാ 12% വേണ്ടിയിട്ട് നഫീസ് 12 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.